1 യോഹന്നാൻ 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഓർമ്മിക്കുക, ബെത്സൈദക്കാരായ സെബദിയുടെയും സലോമിയുടെയും ഇളയ മകനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മദിനമാണിന്ന്. അദ്ദേഹവും ജ്യേഷ്ഠനായ വലിയ യാക്കോബും വിശുദ്ധ പത്രോസിനെ പോലെ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. യേശുവിന്റെ അന്ത്യത്താഴവേളയിൽ തന്റെ മാറിൽ ചാരിക്കിടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിന്റെ രൂപാന്തരീകരണ വേളയിലും ജായിറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഗെസ്തമേനിയിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടുമൊപ്പം സന്നിഹിതനായിരുന്നു. ഈശോയുടെ മരണനേരത്ത് തന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തതും യോഹന്നാനെയാണ്. 52-ാം ആണ്ടുവരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു. പിന്നീട് അദ്ദേഹം എഫേസോസിലേക്ക് പോയെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നും പറയുന്നുവെങ്കിലും അതിനിടയ്ക്ക് 95-ാം ആണ്ടിൽ പാത്മോസ് ദ്വീപിൽ വിപ്രാസിയായി കഴിഞ്ഞു. വിപ്രവാസത്തിനു മുൻപ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞാനുസരണം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും അത്ഭുതകരമാവണ്ണം ശ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് തെർത്തുല്യൻ പറയുന്നു. യോഹന്നാനെയും സഹോദരൻ യാക്കോബിനെയും ഇടിനാഥ പുത്രന്മാർ എന്ന് വിളിച്ചിരുന്നു. ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയക്കാരുടെ മേൽ തീയിറക്കട്ടെ എന്ന് ചോദിച്ചതും ഈശോ തന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഈ സഹോദരന്മാരെ വലത്തും ഇടത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായിരിക്കാം കാരണം. വാർദ്ധക്യത്തിൽ യോഹന്നാൻ തന്റെ ഉപദേശം തേടുന്നവരോട് ഒരേയൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്: കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ദൈവത്തിന് നമ്മോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അതേസമയം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ അസത്യം പറയുന്നു. ദൃശ്യമായ സഹോദരനെ സ്നേഹിക്കാത്തവന് അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതെങ്ങനെ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പടർന്നു പന്തലിക്കട്ടെ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. യോഹന്നാനേ, വിശുദ്ധ യോഹന്നാനേ, സലോമിമാരുടെ തനയൻ, യാക്കോബിൻ എളിയ സഹോദരൻ, യേശുവിനേറ്റം പ്രിയമാർന്ന ശിഷ്യൻ യോഹന്നാൻ, വിശുദ്ധ യോഹന്നാൻ, നമ്മുടെ മധ്യസ്ഥൻ യോഹന്നാൻ, സെബദീ സലോമിമാരുടെ തനയൻ. യേശുവിൻ സുവിശേഷകൻ, നാഥന്റെ
സന്തത സഹചാരി, യേശുവിൻ സുവിശേഷകൻ, നാഥന്റെ സന്തത സഹചാരി, ഇടിമുഴക്കത്തിൻ മകനെന്നേശു വിളിച്ചവൻ, മനുഷ്യാവതാരം സംഗ്രഹിച്ചെഴുതി, തന്നേകജാതനെ നമുക്കു നൽകുവാൻ മാത്രം ലോകത്തെ ദൈവം അത്രമേൽ സ്നേഹിച്ചു. യോഹന്നാനേ, പുണ്യവാനേ, വിശ്വാസത്തിൻ സുവിശേഷകനേ, ജീവന്റെ സദ്വാർത്തദാതാവേ, വിശ്വാസം വളരാൻ സഹായിക്കണേ. സ്നേഹത്തിനപ്പസ്തോലൻ, കുരിശിലും ഗുരുവിൻ കൂടെ നിന്നോ. സ്നേഹത്തിനപ്പസ്തോലൻ, കുരിശിലും ഗുരുവിൻ കൂടെ നിന്നോ. മാതാവിൻ സംരക്ഷ മകനെ പോലെ ഏറ്റെടുത്തവൻ, സുവിശേഷസാരം മനുജർക്കു നൽകി. വത്സല മക്കളെ, നമുക്കന്യോന്യം സ്നേഹിക്കാം, വാക്കിലല്ലാതെ സ്നേഹം പ്രവർത്തിക്കാം. യോഹന്നാനേ, സ്നേഹദൂതാ, അടയാളത്തിൻ സുവിശേഷക, മഹിമതൻ ലിഖിതം തന്നവനേ, സ്നേഹത്തിൽ പുലരാൻ തുണയേകണേ. സബദീ സലോമിമാരുടെ തനയാ, യാക്കോബിൻ എളിയ സഹോദരാ, യേശുവിനേറ്റം പ്രിയമാർന്ന ശിഷ്യ യോഹന്നാനേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങൾക്കു മാധ്യസ്ഥം നൽകേണമേ.